ഇമാതിരി ആളുകളെ ഇവിടെ സർവശിക്ഷ അഭിയാന്റെ ഫണ്ട് ഇമാതിരി ആളുകളെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ടിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം മോശമാകും, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമാകുമെന്നാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഇന്നത്തെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ പറയുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? അതായത് ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന സവർക്കാരനെ പറ്റിയാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. വി ഡി സതീശൻ എന്ന് പറയുന്ന സവർക്കാർ അവർ എന്താണ് ചെയ്യുന്നത്? സംഘികൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്തുകൊണ്ട് എല്ലാ കൊള്ളരുതായ്മകളും എല്ലാ കുറ്റങ്ങളും പിണറായി വിജയൻ്റെയും ഈ പറയുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെയും മണ്ടക്കേക്ക് അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പിണറായി വിജയൻ ഇവിടെ അധികാരത്തിൽ ഇരുന്ന സമയത്ത് ഒപ്പിട്ട് കൊടുത്തതുകൊണ്ടാണ് PM ശ്രീ എന്ന് പറയുന്ന സംഘീവൽക്കരണം അല്ലെങ്കിൽ കാവികളസവൽക്കരണം കേരളത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾക്കും അല്ലെങ്കിൽ ഞങ്ങളും നിർബന്ധിതരായിരിക്കുന്നതെന്നാണ് വി ഡി സതീശൻ സവർക്കാർ പറയുന്നത്. അതായത് സംഘികളെ കേരളത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ കണ്ടുപിടിച്ചൊരു മാർഗം, പിണറായി വിജയൻ മുൻപേ ഒപ്പിട്ടൊരു ഫയൽ അവിടെ ഇരിക്കുകയല്ലേ, ആ ഫയലിൻ്റെ പേരങ്ങ് പറഞ്ഞാൽ മതി, നിങ്ങളുടെ പേര് ഒരിക്കലും വരില്ല. നിങ്ങൾ ഈ പറയുന്ന കൊള്ളരുതായ്മയ്ക്ക് കൂട്ടു നിൽക്കാത്ത ആളുകളാണ്, പക്ഷെ നിർബന്ധപൂർവ്വം ഞങ്ങൾക്കിത് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ, അത് ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം എന്ന് വി ഡി സതീശൻ്റെ അടുത്ത് സംഘികൾ പറഞ്ഞു കൊടുത്തത് കൊണ്ടായിരിക്കണം ആ പറഞ്ഞു കൊടുത്തത് അതേപോലെ തന്നെ സംഘികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന, സംഘികൾ തലയിലിരുന്നുകൊണ്ട് കൺട്രോൾ ചെയ്യുന്ന പുതിയൊരു സർക്കാരിനെ നമ്മൾ കാണുന്നത്. അങ്ങനെ വി ഡി സതീശൻ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം വലിയ രേഖകളുമൊക്കെ ആയിട്ട് വന്നിട്ട് വലിയ മെഴുകലുണ്ടായിരുന്നു. നിങ്ങൾ മരവിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഒപ്പിട്ട് കൊടുത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് സതീശൻ അവിടെ മെഴുകിയത്. ഈ വീഡിയോ കണ്ടിട്ട് പല ആളുകളും, ഈ ഒരു നമ്മുടെ നിയമസഭയിലെ കാര്യങ്ങൾ കണ്ടിട്ട് പല ആളുകളും എൻ്റെ അടുത്ത് ചോദിച്ചു, പിണറായി വിജയൻ തോറ്റുപോയില്ലേ, നാണം കെട്ട് പോയില്ലേ, വി ഡി സതീശൻ്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ അടിപതറിപ്പോയില്ലേ, ഒന്നും മിണ്ടാതെ പുള്ളി അവിടെ എളുഭ്യനായിട്ട് നിന്നില്ല എന്നൊക്കെ പലരും ചോദിക്കുകയുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞത് അദ്ദേഹം അവിടെ ക്ലിയർ ആയിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളായിട്ടുള്ള വലതുപക്ഷത്തിനോട് അനുഭവമുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ ഇതൊന്നും പുറത്തേക്ക് വിട്ടില്ല. അതായത് ഈ പിണറായി വിജയൻ കൊടുക്കുന്ന മറുപടി ഇവർ പുറത്തേക്ക് വിട്ടില്ല, അല്ലെ ഇവർ പബ്ലിഷ് ചെയ്തില്ല. കാരണം വി ഡി സതീശന് ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വി ഡി സതീശൻ്റെ പേരും ഇട്ടുകൊണ്ട് വി ഡി സതീശനെ ടാഗ് ചെയ്തുകൊണ്ട് കുറച്ച് ബാക്ക്ഗ്രൗണ്ടിൽ പൂക്കി മ്യൂസിക്കൊക്കെ കയറ്റിയിട്ടുകൊണ്ട് വി ഡി സതീശൻ തകർത്തു പൊരിച്ചു തിമിർത്തു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് കൊങ്ങികൾക്ക് വേണ്ടിയിട്ടൊരു സാധനം ഇട്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങളുടെ ലക്ഷ്യം. അത് ബലം കാണുകയും ചെയ്തു. വലതുപക്ഷ മാധ്യമങ്ങൾ ആ രീതിയിൽ കളിച്ചതുകൊണ്ട് തന്നെ കുറേ പേർക്ക് BGM ഒക്കെ ഇട്ട് തകർത്ത് വാരാൻ വേണ്ടിയിട്ട്, വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനം കിട്ടി. അത് ഒരു വാസ്തവമാണ്. അപ്പോൾ പിണറായി വിജയൻ സഖാവ് ഇങ്ങനെയുള്ള ആളുകളെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ടിക്ക് തന്നെയാണ് പ്രശ്നമെന്ന് പറയാനുണ്ടായ പ്രധാന കാരണം, എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ എന്തിനാണ് പിന്നെ ഒപ്പിട്ടതെന്നാണ്. ആ ഒപ്പിട്ടത് എന്തിനാണെന്നുള്ളൊരു മറുപടി നമ്മൾ പലപ്പോഴും നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ സഖാവിൻ്റെ വായിൽ നിന്ന് തന്നെ കേട്ടാലേ മതിയാവൂ എന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്ന മറുപടി നിങ്ങളത് കാണിച്ചു തരാം. ഇത് വി ഡി സതീശനാണോ പിണറായി വിജയനാണോ അവിടെ വിജയിച്ചെന്നുള്ളത് കൃത്യമായിട്ട് വാർത്ത കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഞാൻ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് കിട്ടാതിരുന്നാൽ ആ പ്രയാസത്തിലാകും. ആ പ്രയാസം കേരളത്തെ ആകെ ബാധിക്കുന്നതാണ്. അത് ഒഴിവാക്കുന്നതിനാണ് അതിന്റെ ഭാഗമായി ഒപ്പുവെച്ച് ആ പണം വാങ്ങാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ ആ ശ്രമം ശരിയല്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി അത് മരവിപ്പിച്ചു. ഇപ്പോ അതിവിടെ നടപ്പാകുന്നില്ല. 8 മാസമായി നടപ്പായിട്ടില്ല. എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്? അല്ല മുഖ്യമന്ത്രി, 2 ചോദ്യത്തിനും മറുപടിയില്ല. അതായത് എന്തിനു ഒപ്പുവെച്ചു എന്ന് പറഞ്ഞാൽ പണം കിട്ടാൻ വേണ്ടിട്ട് ഒപ്പുവെച്ചു. അപ്പൊ ആ നടപടിക്രമങ്ങളെല്ലാം ഇതിൽ ഒരു കാരണവശാലും ഒപ്പുവെക്കില്ല എന്നുള്ള തീരുമാനത്തെ, പ്രത്യയശാസ്ത്രപരമായ നയപരമായ തീരുമാനത്തെ, RSS വിഷസർപ്പമാണ് എന്ന് പറഞ്ഞ തീരുമാനത്തെ മുമ്പിൽ കീഴടങ്ങി ഒപ്പുവെച്ചു. നമ്പർ 1. അല്ല, ആരാണ് ഈ പറയുന്നത്? നിലപാടുകൾ എന്ന് പറയുന്ന സാധനം എന്താണെന്ന് അറിയാമോ സതീശൻ ജി? താങ്കൾ എത്ര തവണ ഒരു കാര്യം മാറ്റി പറഞ്ഞിരിക്കുന്നു? ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് എത്രയോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കാതെ അപ്പപ്പ കാണുന്നതിനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആ താങ്കളാണോ ഈ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ കളിയാക്കാനായിട്ട് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നത്? എവിടെയോ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കിട്ടിയ കുറേ സാധനങ്ങൾ പ്രിൻ്റ് ഔട്ടും എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഒരു നിയമസഭയിൽ നിന്ന് വായിക്കുകയാണ്. ഇങ്ങനെയൊക്കെയായിരുന്നു രേഖകൾ, അങ്ങനെയൊക്കെയായിരുന്നു. തിരിച്ചാണൊരുത്തൻ്റെ വായിൽ നിന്ന് കേട്ടപ്പോൾ അതിന് മറുപടിയില്ല. ഇത് മുഖ്യധാരാ മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ഒക്കെ കണ്ണിൽ പൊടിയിടുന്നൊരു മാന്ത്രിക വിദ്യ അറിയാവുന്നൊരു മനുഷ്യനാണ് വി ഡി സതീശൻ. അതുകൊണ്ട് തന്നെയും അദ്ദേഹം ഈ രീതിയിൽ കുറച്ച് ഇംഗ്ലീഷിലെ ഡയലോഗൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അങ്ങ് വലിയ മാസ് ആവുമെന്ന് വിചാരിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് പലയിടങ്ങളിലും സക്സസ് ആവുന്നുമുണ്ട്. എന്നാൽ വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് ഇവർ ഈ കളിക്കുന്നത്. നിങ്ങൾ ഓർക്കണം, മദ്യനയത്തിൻ്റെ കാര്യത്തിലും കരിമണൽ മാഫിയയ്ക്ക് വേണ്ടിയിട്ട് ഒത്താശ ചെയ്ത കാര്യത്തിലും
മറ്റ് പല വിഷയങ്ങളിലും അനുബന്ധ വിഷയങ്ങളിലെല്ലാം സതീശനാദികൾ കളിച്ച കളികൾ അത് ഏത് രീതിയിലാണെന്നും അതിനെ ഏത് രീതിയിലാണ് നമ്മുടെ നാട്ടിലെ ഈ വലതുപക്ഷ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നതെന്നും ഏതൊക്കെ രീതിയിലാണ് അന്തിച്ചർച്ചകളിൽ ഇവർ ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നതെന്നും ഒക്കെ നമ്മളൊന്ന് ഇരുത്തി ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം കൊങ്ങികളുടെ ബുദ്ധിയല്ലേ, നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വി ഡി സതീശനെതിരെ പിണറായി വിജയൻ സംസാരിച്ചപ്പോൾ വി ഡി സതീശന് കുരു പൊട്ടിയിട്ട് എന്തിനാണ് ഒപ്പിട്ട് കൊടുത്തത്, ആ ഒരു ഫണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഒപ്പിട്ടിട്ട് അങ്ങ് നടപ്പിലാക്കിയാൽ പോരായിരുന്നോ എന്നുള്ള രീതിയിലാണ് വി ഡി സതീശൻ ചോദിക്കുന്നത്. അതിനുള്ളൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും മുന്നിൽ ഓച്ചാനിച്ച് നിന്നിട്ട് ഔദാര്യമായിട്ട് കിട്ടേണ്ട പണമല്ല PM ശ്രീയിൽ കൂടി കിട്ടേണ്ടത്, അതല്ലാതെ തന്നെ കിട്ടണമെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഒപ്പിട്ടിട്ട് സംഖ്യവൽക്കരണമോ കാവ്യകളസവൽക്കരണമോ ഇവിടെ നടത്തത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പദ്ധതിക്കെതിരെ അല്ലെങ്കിൽ ആ ഒരു നയത്തിനെതിരെ കോടതിയിലേക്ക് ഇവർ സമീപിച്ചത്. ആരാണ്? ഇടതുപക്ഷ സർക്കാർ. എന്നാൽ കൊങ്ങികൾ എന്താ ചെയ്യുന്നത്? ഒപ്പിട്ട് കൊടുത്തിട്ട് അവരുടെ വീട്ടിലേക്ക് ചായ സൽക്കാരത്തിനും പോയി അവരോടൊപ്പം ഇരുന്ന് എല്ലാം സംസാരിച്ചിട്ട് കേരളത്തിനെ വിറ്റിട്ട് വന്നിരുന്നിട്ട് മെഴുകുകയാണ് പിണറായി വിജയൻ 2 നിലപാടുകൾ പറഞ്ഞു എന്നുള്ളത്. 1000 നിലപാട് നിമിഷങ്ങൾക്ക് മാറ്റുന്നൊരു മനുഷ്യനാണ് 2 കാര്യം പിണറായി വിജയൻ മാറ്റിയെന്ന് പറഞ്ഞിട്ട് നിന്ന് മെഴുകുന്നത്. സ്വന്തം കാര്യത്തിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല, നാട്ടുകാരുടെ കാര്യത്തിലാണല്ലോ ഇതൊക്കെ പ്രശ്നം. അപ്പോൾ എന്തായാലും ഈ എന്തിനാണ് ഒപ്പിട്ട് കൊടുത്തതെന്നുള്ള ചോദ്യത്തിന്, ഈ നാട്ടിലെ എല്ലാവരുടെയും ചോദ്യത്തിനും വി ഡി സതീശന്റെ ചോദ്യത്തിനും പിണറായി വിജയൻ സഖാവിന് കൃത്യമായിട്ടുള്ളൊരു മറുപടിയുണ്ട്. ആ മറുപടി കൂടി എന്തായാലും ഒന്നുകൂടെ കേട്ടു നോക്കുക. ആദ്യം അദ്ദേഹം പറഞ്ഞു, അത് ക്ലിയർ ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. നയപരമായി തീരുമാനിച്ചത് നടപ്പാക്കേണ്ടതില്ല എന്ന്. ആ നടപ്പാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതിന് ശേഷം നടപ്പായില്ല. ഇപ്പോ നടപ്പാകാതിരിക്കുകയാണ്. ഇപ്പൊ നടപ്പാകാതിരിക്കുന്നത് എന്തിനാണ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി നിങ്ങൾ ആലോചിക്കുന്നത്? മുഖ്യമന്ത്രി അല്ല, ഒന്നാമത്തെ കാര്യം എന്തിനാണ് ഒപ്പുവെച്ചതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. 1. 2, മരവിപ്പിച്ചു എന്നാ പറഞ്ഞ, മരവിപ്പിക്കാൻ പ്രൊവിഷൻ ഇല്ല. 2, 3, 7 മാസമായിട്ട് 8 മാസമായിട്ട് ഒരു സബ് കമ്മിറ്റി ഉണ്ട്. ആ സബ് കമ്മിറ്റി കൂടി ഒരു തീരുമാനമെടുത്ത് ഇത് കേരളം നടപ്പിലാക്കില്ല എന്നൊരു കത്ത് കൊടുത്തില്ല. ഞാൻ അങ്ങോട്ട് തർക്കത്തിനില്ല, കൊടുത്തില്ല. രാവിലെ സംസാരിച്ചാണ്. തർക്കത്തിനില്ല എന്ന് പറയാനുണ്ടായ പ്രധാന കാരണം തെളിവ് സഹിതം പിണറായി വിജയൻ എടുത്ത് വലിച്ചു കീറി ഒട്ടിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടായിരിക്കണം വി ഡി സതീശൻ പെട്ടെന്ന് മറുപടി പറഞ്ഞിട്ടെങ്കിൽ ഇരിക്കുന്നത്. ഈ ഒരു മറുപടി കേട്ടുകൊണ്ട് കൊങ്ങികളെല്ലാം നിയമസഭയിൽ കിടന്ന് വലിയ കൈയിടുകയാണ്. പിണറായി വിജയന്റെ അണ്ണാക്കിലിട്ട് കിട്ടി, അന്നനാളത്തിലിട്ട് കിട്ടി, പിണറായി വിജയനും മറുപടിയില്ല, പിണറായി വിജയൻ പെട്ടുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കമ്മികളെല്ലാം കൂടി വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലും ഇൻസ്റ്റഗ്രാമിലും എല്ലായിടത്തും ഈ ഒരു വീഡിയോസ് എടുത്ത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ പിണറായി വിജയൻ അതിനുശേഷം ഒരു മറുപടി പറയുന്നുണ്ട്. പിണറായി വിജയന്റെ വായങ്ങ് അടച്ചു പൂട്ടിയെന്നാണ് ഇവന്മാർ പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇവന്മാർക്ക് കൃത്യമായിട്ട് പിണറായി വിജയൻ കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. അതുകൊണ്ട് എന്തായാലും കാണണം, അത് കാണാതിരിക്കാൻ പറ്റില്ല. ആ ഒരു വീഡിയോ, എൻ്റെ ബാക്കി വീഡിയോ ഞാൻ കാണിച്ചു തരാം. നേരെ പോകാം ബാക്കി വീഡിയോയിലേക്ക്. അതിൽ നമുക്ക് സംവാദമാകാം, അതിൽ പ്രശ്നമില്ല. ഇതില് ഒപ്പുവെച്ചു, ആ ഒപ്പുവെച്ചതിന് ശേഷം പിണറായി വിജയൻ മറുപടി പറഞ്ഞില്ലെന്ന് പറയുന്നവന്മാരൊന്ന് കാണണം കേട്ടോ. എന്തിനാണ് ഒപ്പുവെച്ചതെന്നാണല്ലോ ചോദിക്കുന്നത്. ഇവിടെ സർവശിക്ഷ അഭിയാന്റെ ഫണ്ട് തടഞ്ഞു വെച്ചത് 1500 കോടിയിലധികം രൂപയായിരുന്നു. ഇവിടെ കാണേണ്ടത് NEP-യുടെ ഭാഗമായിട്ടുള്ള ആ പൊതുവിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനകത്ത് വേറെ വ്യത്യാസമില്ല. ആ നയം നടപ്പാക്കാൻ തയ്യാറല്ല. ഇവിടെ PMCയുടെ ഭാഗമായിട്ട് ഒന്നും നടപ്പാക്കാനുമില്ല. പക്ഷേ മറ്റേ ഫണ്ട് നമുക്ക് കിട്ടണമായിരുന്നു. സർവശിക്ഷാ അഭിയാന്റെ ഇമാതിരി ആളെ കൊണ്ട് വെച്ചാൽ നിങ്ങൾ അപകടത്തിലാവും കേട്ടോ. ഇമാതിരി ആളുകളെ അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞത് വി ഡി സതീശനെ മാത്രമല്ല, വി ഡി സതീശന്റെ കൂട്ടത്തിലുള്ള സതീശനാദികളെയും കൂടിയാണെന്നുള്ളതാണ് നമ്മളിത് കാണുന്നത്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ കിടന്ന് കൂകി വിളിക്കുന്ന കളിയാക്കുന്നവന്മാരെ കൊണ്ട്, ഇതുപോലെയുള്ളവന്മാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൂടി അപകടത്തിലാകുമെന്നാണ് പിണറായി വിജയന്റെ താക്കീത് കൊടുക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഒപ്പിട്ടതെന്നും എന്തിനാണ് മരവിപ്പിച്ചതെന്നും ഉള്ളതിനുള്ളൊരു മറുപടി കൃത്യമായിട്ട് കൊങ്ങികൾക്ക് കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. കാരണം ഇത് കണ്ട് എനിക്ക് മനസ്സിലായി എന്താണ് സംഭവം എന്നുള്ളത്. ഇത് എന്നിട്ടും മനസ്സിലാക്കാനായിട്ടുള്ള കഴിവില്ലാത്ത, ഇതെന്താണെന്ന് ഉൾക്കൊള്ളാനായിട്ട് കഴിവില്ലാത്ത സംഘികളും കൊങ്ങികളും കിടന്ന് മെഴുകിക്കൊണ്ടിരിക്കുകയാണെന്നേ. ഇവന്മാരെത്ര മെഴുകിയിട്ട് എന്താ കാര്യം? കാര്യത്തിന്റെ ഗൗരവം എന്താണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. പിണറായി വിജയൻ ഇവന്മാരെല്ലാം നല്ല രീതിയിൽ വലിച്ചു കീറി വിട്ടിട്ടുണ്ട്. അതിന്റെ കുരു പൊട്ടിയത് കൊണ്ടാണ് പിണറായി വിജയനെ അങ്ങ് ഇല്ലാതാക്കി
ഞങ്ങളുടെ സതീശൻ അവർകൾ അല്ല ഞങ്ങളുടെ സതീശൻ സർക്കാർ അല്ല ഞങ്ങളുടെ സതീശൻ എന്ന് പറയുന്ന ചിരിക്കുന്ന മുഖ്യമന്ത്രി നല്ല പണിയെ കൊടുത്തേക്കുന്ന പിണറായി വിജയൻ ഇനി എഴുന്നേക്കത്തില്ല, നല്ല നട്ടൽ നോക്കി ചവിട്ടി ഒടിച്ചിരിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ മെഴുകുകയാണ്. എന്തൊരവസ്ഥയാണ് നിൻ്റെയൊക്കെ. നിനക്കൊക്കെ എന്തെങ്കിലും ഒന്ന് പറയാനുണ്ട്. ഒരു 5 വർഷം ഭരിക്കാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. കയറിയ അന്ന് തൊട്ട് ഇന്ന് വരെയും ഈ മെഴുകൽ മാത്രമേ കാണുന്നുള്ളൂ, വേറെ ഒന്നും കാണുന്നില്ല. കള്ളത്തരങ്ങൾ മാത്രം, നുണപ്രചരണങ്ങൾ മാത്രം. ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതോ ഒരു കാര്യത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് അതിനെ ഇവർ എന്താ പറയുക യാഥാർത്ഥ്യമാക്കുന്നതൊന്നും കാണുന്നില്ല. എന്തിനാണ് ഇങ്ങനൊരു സർക്കാർ? എവിടെയെങ്കിലും ആരെങ്കിലും അയച്ചു കൊടുത്തതെടുത്ത് വായിക്കാനാണെങ്കിലോ ആരെങ്കിലും കൊടുത്തതിനെ എടുത്ത് വെച്ചുകൊണ്ട് നിയമസഭയിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കാനാണെങ്കിലോ ഒരു മുഖ്യമന്ത്രിയുടെയൊക്കെ ആവശ്യമുണ്ടോ? ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ ആവശ്യമുണ്ടോ? എനിക്കറിയില്ല. അറിയാവുന്നവരൊന്ന് പറയണം കേട്ടോ. തോൽവി തന്നെ എല്ലാ സൈഡിൽ നിന്നും.